ഇറാന് പിന്നാലെ ഇനി മാലിയോ? ട്രംപ് ഭരണകൂടം മറ്റൊരു സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. അൽ ഖ്വയ്ദുമായി ബന്ധമുള്ള JNIM തീവ്രവാദ സംഘടനയെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് സൂചന. അമേരിക്കയുടെ പുതിയ നീക്കം എന്താണ്? ട്രംപ് ഭരണകൂടം എന്തുകൊണ്ടാണ് മാലിയെ ലക്ഷ്യമിടുന്നത്? നോക്കാം വിശദമായി. ഞാൻ അഞ്ജിത. സ്വയം സമാധാന പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാൻ, ഇറാഖ്, നൈജീരിയ, സൊമാലിയ, സിറിയ, വെനുസിലെ, യമൻ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ എട്ടാമത്തെ രാജ്യമായ മാലിക്കെതിരെയും സൈനിക ആക്രമണത്തിന് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അൽ ഖ്വയ്ദുമായി ബന്ധമുള്ള JNIM തീവ്രവാദ സംഘടനയ്ക്ക് എതിരെയാണ് അമേരിക്കൻ ഭരണകൂടം ആക്രമണത്തിന് ആലോചിക്കുന്നത്. മാലിയുടെ തലസ്ഥാനത്ത് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുകയും പ്രതിരോധ മന്ത്രിയെ ചാവേർ ആക്രമണത്തിലൂടെ കൊല്ലുകയും ചെയ്ത JNIM-നെ ഒതുക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്തുകൊണ്ടാണ് മാലിയെ ലക്ഷ്യമിടുന്നത്? അൽ ഖ്വയ്ദയും ആയി ബന്ധമുള്ള JNIM എന്ന തീവ്രവാദ സംഘടന മാലിയിൽ ശക്തമായ സ്വാധീനം നേടിയിട്ടുണ്ട്. സർക്കാർ സേനയ്ക്കെതിരെയും സൈനിക കേന്ദ്രങ്ങൾക്കെതിരെയും സംഘടന തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. മുൻപ് ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന JNIM-ന്റെ ആക്രമണങ്ങൾ അടുത്തിടെ തലസ്ഥാനമായ ബമാക്കോയുടെ സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇത് മാലിയുടെ സുരക്ഷാ സംവിധാനത്തിന് വലിയ വെല്ലുവിളിയായെന്നാണ് വിലയിരുത്തൽ. മാലിയുടെ ഉന്നത സൈനിക പ്രതിരോധ നേതൃത്വത്തെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ രാജ്യത്തെ അസ്ഥിരമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം സംഭവങ്ങൾ തീവ്രവാദ ഭീഷണി വർദ്ധിച്ചതിന്റെ സൂചനയായാണ് അമേരിക്ക കാണുന്നത്. സാഹേൽ മേഖലയിലുടനീളം ജിഹാദി സംഘടനകളുടെ സ്വാധീനം വർദ്ധിക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കും സഖ്യരാജ്യങ്ങൾക്കും ഭീഷണിയാകാമെന്നാണ് അമേരിക്കൻ വിലയിരുത്തൽ. ട്രംപ് ഭരണകൂടം വിദേശത്ത് പ്രവർത്തിക്കുന്ന അൽ ഖ്വയ്ദ, IS തുടങ്ങിയ തീവ്രവാദ ശൃംഖലകളെ നേരിടാൻ ആവശ്യമായിടത്ത് നടപടി സ്വീകരിക്കാമെന്ന നിലപാടാണ് പിന്തുടരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തീവ്രവാദത്തെ നേരിടുക എന്നത് മാത്രമാണോ ഇതിനു പിന്നിലെ ലക്ഷ്യം? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സ്വർണ്ണവേട്ടക്കാരിലൊന്നും വലിയ ലിഥിയം നിക്ഷേപമുള്ളതുമായ രാജ്യമാണ് മാലി. പാശ്ചാത്യ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് റഷ്യൻ കൂലിപ്പടയാളികളിലേക്കും ബൂർക്കിനോ ഫാസോ, നൈജർ തുടങ്ങിയ സൈനിക സർക്കാരുകളുടെ സഖ്യത്തിലേക്കും മാലി തിരിഞ്ഞതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സാഹേൽ മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കാനും അവിടുത്തെ പ്രകൃതിദത്ത ധാതുക്കളിലേക്ക് പ്രവേശനം നേടാനുമുള്ള അമേരിക്കയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ആലോചനകൾ നടക്കുന്നത്. മാലിയിലേക്ക് റഷ്യൻ ആയുധങ്ങൾ എത്തിയതും ഈ ആശങ്കകൾ ഇരട്ടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും മാലിയിലെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ റഷ്യൻ സേനയുമായുള്ള ശത്രുതയ്ക്കും മേഖലയിലെ അമേരിക്കൻ ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള തിരിച്ചടികൾക്കും കാരണമായേക്കാമെന്നതിനാൽ ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നതയുണ്ട്. ആക്രമണം നടത്തുമോ അതോ നൈജീരിയയിലേതുപോലെ മറ്റൊരു കരാറിലേക്ക് നീങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ആഗോള ആധിപത്യത്തിനായി സഹേൽ മേഖലയിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുകയാണോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സംഘർഷത്തിന് വഴിവെക്കാൻ സാധ്യതയുള്ള നീക്കമായാണ് മാലിയെ സംബന്ധിച്ച റിപ്പോർട്ടുകളെ വിലയിരുത്തുന്നത്. എന്നാൽ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി സൈനിക നടപടി പ്രഖ്യാപിച്ചിട്ടില്ല. JNIM-നെതിരായ പോരാട്ടം ശക്തമാക്കാൻ വിവിധ മാർഗങ്ങൾ ട്രംപ് ഭരണകൂടം പരിശോധിക്കുന്ന ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി വൈറ്റ് ഹൗസ് എടുക്കുന്ന അന്തിമ തീരുമാനം പശ്ചിമ ആഫ്രിക്കയുടെ സുരക്ഷാ സാഹചര്യത്തെയും ആഗോള ഭീകരവിരുദ്ധ നീക്കങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്.